CPIM-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ കഞ്ചാവ് കേസിൽ തന്നെ കുടുക്കുകയായിരുന്നുവെന്ന് യദു കൃഷ്ണൻ. സംഭവത്തിൽ എക്സൈസ് ഓഫീസർക്കെതിരെ SP-ക്ക് പരാതി നൽകിയതായും യദു. പാർട്ടിക്കെതിരായി നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജുവും പ്രതികരിച്ചു. വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ 60 യുവാക്കളാണ് പത്തനംതിട്ട കുമ്പഴയിൽ CPM-ൽ ചേർന്നത്. ഇതിനു പിന്നാലെയാണ് പാർട്ടിയിലേക്കെത്തിയ യദുവിനെതിരെ കഞ്ചാവ് കേസ് എക്സൈസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് യദുവിന്റെ ആരോപണം. ചോദിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇവർ പെട്ടെന്ന് വന്ന് ദേഹത്തെല്ലാം തപ്പുകയും മൊബൈലൊക്കെ പിടിച്ച് മേടിച്ച് വെക്കുകയും നിങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി മാറി എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞു ആണോ എന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞു സാറൊന്ന് വരണം, സാറ് വന്നിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അവിടെ വേറെ ആരണ്ടൊക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കൊണ്ട് സ്റ്റേഷനിലോട്ട് പോയിട്ട് എൻ്റെ കൈരേഖകളും പിന്നെ നോട്ടീസിനകത്ത് എന്തൊരു പേപ്പറിനകത്ത് എന്നെ ഒപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ അസീസ് എന്ന് പറഞ്ഞൊരു സാറ്, ഈ സാറാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണോ പാർട്ടി മാറിയത്. പെറ്റി കേസ് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഒരു 10-ാം തീയതി ഒരു വൈകിട്ടൊക്കെ 2:30 ആയപ്പം ചാനലിലൊക്കെ നാണം കെടുത്തി എൻ്റെ ഫോട്ടോയും വെച്ച്. വ്യാജ കഞ്ചാവ് കേസിന് പിന്നിൽ എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജു. തീർച്ചയായും ഈ അസീസ് എന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ യുവമോർച്ചയുടെയും RSSന്റെയും പല ബിനാമി ആളുകളുടെയും ഏജന്റായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു കേസായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ യദു കൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.